യാ പോവാ യുവി വിളിക്കാൻ പോവാ ലെറ്റ്സ് ഗോ ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്ന് ഒരു കുഞ്ഞു മിനി വ്ളോഗുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഞാനും ഈശോക്കുട്ടിയും കൂടി യുവിക്കുട്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സ്കൂളിലോട്ട്. രണ്ടുപേർക്ക് രണ്ട് ടൈമിലാണ് കേട്ടോ സ്കൂൾ വിടുന്നത്. അപ്പം യുവിക്കുട്ടിനെ വിളിക്കാനാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. റിഷാന് ഇപ്പം മഴയും വിൻ്ററൊന്നും സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് റിഷാൻ തനിയെ വന്നോളും, ഇപ്പം കുഴപ്പമില്ല. അപ്പോൾ അവനെ വിളിക്കാൻ പോകേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് വീട്ടിൽ നിന്നൊരു 10 മിനിറ്റ് വോക്കേ ഉള്ളൂ സ്കൂളിലോട്ട് പോകാനായിട്ട്. അപ്പോൾ 1:40 ആകുമ്പോൾ ഒരു 1:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഈ വീഡിയോ ഏതാണ്ട് കുറേ നാൾ മുന്നേ എടുത്തു വെച്ചതാണ്. ഇപ്പോൾ ഈ മരത്തിൽ ഒരു ഒറ്റ ഇല പോലും കാണത്തില്ല. ഈ ഓട്ടം സീസണൊക്കെ കഴിഞ്ഞില്ലേ, നവംബർ ലാസ്റ്റായി. ഇനിയിപ്പം ഡിസംബർ എന്ന് പറയുമ്പോഴത്തേക്ക് വിൻ്റർ തുടങ്ങുവാണ്. കഴിഞ്ഞ വർഷം നമ്മൾ വന്ന ടൈമിൽ യുവാനെയും റിഷാനെയും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോകുമായിരുന്നു. 1:40 2:40 2 പ്രാവശ്യമായിട്ട് പോകണമായിരുന്നു. അപ്പം ഈശോമോൾ അന്ന് തീരെ ചെറുതാണല്ലോ, അപ്പോൾ അവളെ യുവാനെ ഏൽപ്പിച്ചിട്ട് പോകുന്നതും റിസ്ക് ആയതുകൊണ്ട് പിന്നെ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പം റിഷാൻ തനിയെ വീട്ടിൽ വരാനായിട്ട് തുടങ്ങി. അപ്പോൾ അതൊരു പ്രോബ്ലം അല്ലാണ്ടായി. അതുപോലെ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് രാവിലെ ഞാൻ കൊണ്ടാക്കാനും നിന്നില്ല. റിഷാനും യുവാനും കൂടി സൈക്കിളിലോ സ്കൂട്ടറിലോ ഒരു സൈഡിൽ കൂടി അങ്ങ് പൊയ്ക്കോളും. ക്രോസ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരങ്ങ് ഒരു സൈഡിൽ കൂടി അങ്ങ് പോവും. അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ അവിടെ എത്തി. അപ്പോൾ എല്ലാ പാരൻസും വന്നിട്ടുണ്ട്, വെയിറ്റ് ചെയ്യുവാണ് എല്ലാവരും. ഭയങ്കര കാറ്റും ഉണ്ടായിരുന്നേ. യുവിയുടെ ജൂനിയർ ഇൻഫൻറ്റും സീനിയർ ഇൻഫൻറ്റ് ക്ലാസ്സൊക്കെ ഈ ഇട സൈഡിലൊരു ചെറിയ ഡോറുണ്ട്, അതുവഴിയാണ് ഇറങ്ങി വരുന്നത്. ബാക്കി ഹയർ ക്ലാസ്സൊക്കെ മെയിൻ ഗേറ്റ് വഴിയാണ് ഇറങ്ങി വരുന്നത്. അങ്ങനെ നമ്മൾ കുട്ടികളൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. യുവി പുറത്ത് വന്നതിന് ശേഷമാണ് മനസ്സിലായത് എന്തോ മറന്നല്ലോ എന്ന്. അങ്ങനെ അവൻ സ്കൂട്ടർ എടുക്കാൻ വേണ്ടി തിരിച്ച് പോയിട്ട് വരുവാണ്. ബാക്കി എല്ലാവരും പോയി. ഓട്ടം സീസൺ കാണാൻ നല്ല രസമാണ്. നമ്മൾ മരങ്ങളെല്ലാം നല്ല കളർ, മഞ്ഞ കളറും ചുവപ്പ് കളറൊക്കെ ആയിട്ട്, അതുപോലെ ഒത്തിരി ഇലകൾ ഇങ്ങനെ തറയിലൊക്കെ വീണ് കിടക്കുന്നത് കാണാനായിട്ടൊക്കെ നല്ല രസമാണ്. കഴിഞ്ഞ വിൻ്റർ ടൈമിലാണെങ്കിൽ ഇവരെ വിളിക്കാൻ പോകാനും ഡ്രോപ്പ് ചെയ്യാനും ഒക്കെ ഞാൻ നന്നായിട്ട് ബുദ്ധിമുട്ടിയായിരുന്നു. കാരണം രാവിലെയൊക്കെ കൊണ്ടാക്കുന്ന സമയത്താണെങ്കിൽ തിരിച്ച് വന്നു കഴിയുമ്പോൾ എൻ്റെ കൈയൊക്കെ നല്ല മരവിച്ച് ഭയങ്കര വേദനയായിരിക്കും. ഒരു 5-10 മിനിറ്റ് ഞാൻ ഇങ്ങനെ കടിച്ച് പിടിച്ച് അതെങ്ങനെയെങ്കിലും മാറ്റാനായിട്ട് ഇങ്ങനെ നോക്കും. എത്ര ഇപ്പം ഉണ്ടായിരുന്ന ഗ്ലൗസ് ഇട്ടിട്ട് അത് വലിയ പ്രയോജനം ഇല്ലായിരുന്നു. പിന്നെ മെയിൻ വില്ലനായിട്ട് കടന്നു വരേണ്ടത് നമ്മുടെ മഴയാണ്. ഈ തണുപ്പത്ത് പിന്നെ ഈ മഴയും കൂടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. പക്ഷെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു ഇന്ത്യൻ ഫാമിലി താമസിക്കുന്നുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അങ്ങനെ ചില ദിവസങ്ങളിൽ ഈശോമോൾക്ക് നല്ല വയ്യാണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ അവരോട് ഹെൽപ്പ് ചോദിക്കുമായിരുന്നു, യുവി ഒന്ന് പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അവർ പോയി വിളിച്ചുകൊണ്ടൊക്കെ വരുമായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ ഈശോമോളെയും കൊണ്ട് ഈ തണുപ്പത്ത് പോകുന്നത് പാടല്ലേ എന്ന് വിചാരിച്ചിട്ട് അവരോട് ഹെൽപ്പ് ചോദിക്കുമ്പോൾ അവർ ചെയ്തു തരും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ വീടുകളിലും 2 കാറ് വെച്ചുണ്ട്. അപ്പോൾ അന്നേരം ഒരാൾ ജോലിക്ക് പോകുമ്പോൾ മറ്റേ ആൾ കുട്ടികളെ ഡ്രോപ്പ് ചെയ്യാനും പിക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് കാറ് യൂസ് ചെയ്യും. അല്ലാതെ ഈ തണുപ്പത്ത് പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ അതുപോലെ നമ്മുടെ നാട്ടിലെ പോലെ നമ്മളിപ്പോൾ നടന്നു പോകുന്നത് കണ്ടാൽ നമ്മുടെ മാനറിലുള്ള ആരെങ്കിലും വന്ന് കയറി ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യാം എന്നൊന്നും ഇവിടെ പറയത്തില്ല. ഇവിടെ എല്ലാവരും അവനവൻ്റെ കാര്യങ്ങൾ നോക്കി പോകുന്ന ആൾക്കാരാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ആരുടെടുത്തും വലിയ രീതിയിൽ ഹെൽപ്പ് ചോദിക്കാനും പോകാറില്ല, അവരിങ്ങോട്ടൊന്നും പറയാറുമില്ല. അങ്ങനെ നമ്മൾ നടന്ന് നമ്മളെ വീടെത്തിയിട്ടുണ്ട്. അല്ല അറിയില്ലേ, ഇതൊക്കെ ബീച്ച് ഇലയൊക്കെയാണ്. ബീച്ച് ഓക്കെ. അങ്ങനെ വീടെത്തിയിട്ടും വീട്ടിൽ കയറാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഈശോക്കുട്ടിക്കാണെങ്കിൽ യുവിൻ്റെ ബാഗ് വേണമെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. കൊണ്ടുപോടാ, ബാഗ് കൊടു. ആ വാ, ബാഗ് പിടിച്ചോ. ആ വാ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ അയർലൻഡിലെ സ്കൂൾ വിശേഷങ്ങളും കാഴ്ചകളുമൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടി കാണാം. ബൈ, ടേക്ക് കെയർ.